Shall we begin? Let's begin now. ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ടു തേർഡ് ഡേ ഓഫ് ലാസ് വെഗാസ്. ഞങ്ങളങ്ങനെ ആക്ച്വലി ഇന്നലെ രാത്രി എനിക്ക് വീഡിയോ ഒന്നും വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ബാറ്ററി ഒക്കെ ഡെഡായിരുന്നു. സോ ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ഫ്രീമോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ അടിപൊളി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ഇച്ചിരി ലേറ്റായി, ഒരു 10-10:30 അപ്പം നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് നല്ല കിടലനായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകട്ടെ. അതേ രാവിലെ തന്നെ വന്ന് തുടങ്ങിയിട്ട് കളി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരെ ദിവസം തുടങ്ങുന്നത് കള്ളുകുടിയിലും ചീട്ടുകളിയിലും പിന്നെ ഇതുപോലത്തെ ഇതിനകത്തൊക്കെയാണ്. അല്ല എന്നാലും ഇല്ലടാ, ഇതെന്തത് ഹോഴ്സ് റൈഡറോ? ഓ ഇത് കണ്ടോ, ഇത് വേറൊരു കളി. ഓ ബെറ്റ് വെക്കുക, അതിലേതാണ് ആദ്യം എത്തുക എന്നുള്ളത്. എന്നൊക്കെ തരല്ലേ, എവിടെ നോക്കിയാലും തന്നെയാണല്ലോ. ബൈ ദ ബൈ, ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ഷോപ്പിംഗ് മോളാണെന്നല്ലേ തോന്നുന്നത്? ആക്ച്വലി ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെയുള്ള ബെലാജിയോ ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഷോപ്പിംഗ് സംഭവങ്ങളും പിന്നെ ഈ കാസിനോസ് അങ്ങനത്തെ എല്ലാം. ഇത് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് ഒരുവിധം കിടലും ബ്രാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഷനലിൻ്റെ ഇതുണ്ട്. ഓ എന്താ അല്ലേ, അത് മാത്രമല്ല എല്ലാ ഹോട്ടൽസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് മറ്റേ ഹോട്ടലിൽ പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിൻറ്റ്. വെയിൽ കൊള്ളണ്ട അധികം, പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം വെയിൽ കൊള്ളണം, ബാക്കിയൊക്കെ ഇതാ ഇങ്ങനെ പോവാം. ഓ നൈസ്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. കൊള്ളാം. ഈ ബെലാജിയോ ഹോട്ടലിൻ്റെ ഗാർഡൻ ആട്ടോ ഈ കാണുന്നത്. ഒരു ചെറിയൊരു അട്രാക്ഷൻ പോലെയാണ്. ലാസ് വേഗാസിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വരാറുണ്ട്. അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ പോകുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ വെലാജിയോൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ, അതായത് ഫ്രണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആ ഈഫൽ ടവറിൻ്റെ ഒരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് വേണേൽ വന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം. ഇത് ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞൊരു സ്ഥലമാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ആ ഫുഡൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ആ ഗാർഡനൊക്കെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഇപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നത് ഇവിടെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ന്യൂയോർക്കിലുള്ള കുറേ സംഭവത്തിൻ്റെ റെപ്ലിക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടേക്ക് പോകും. ഫ്രീമോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട് ഇവിടുത്തെ ഡൗൺ ടൗൺ, അവിടേക്ക് പോകും കേട്ടോ.
ഇവിടുന്ന് നമ്മൾ ഡ്യൂസ് അല്ലേ ബുക്ക് ചെയ്തേ? ഓക്കെ, നമ്മൾ ഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും ഒന്ന് പോകുന്നുണ്ടാവും. ഓപ്പൺ ബസ്സിനകത്ത് മുകളിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. ഒന്ന് ക്രോസ് ചെയ്യട്ടെ. ഓൾറൈറ്റ്, താങ്ക് യു. ഓ 6 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. നമ്മളെ ബസ് വന്നിട്ടോ. This bus serves the Deuce, southbound. Please board through front door. നമ്മളിതേ ഇതിനകത്ത് ബസ് This bus എടുത്തിട്ടുണ്ട്. serves. ഓ ഭയങ്കര തിരക്കാട്ടോ. എപ്പോഴെങ്കിലോ ആണോ? നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഇവിടെ ഇറങ്ങി കേട്ടോ. നമുക്കിനി ഇത് ഇങ്ങോട്ട് നടക്കണം. ഇവിടെ ന്യൂയോർക്കിൻ്റെ എല്ലാ റെപ്ലിക്കയും ഉണ്ട് പറഞ്ഞാൽ. ന്യൂയോർക്കിൻ്റെ മറ്റേ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ അല്ലേ അത്. ഇതെന്താ ഡിസ്നിലാൻഡ് ആണോ? ഡിസ്നിലാൻഡിൻ്റെ റെപ്ലിക്കയാണോ അത്? ഇതേ കാണും സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷെ എങ്ങനെ ക്രോസ് ചെയ്യും നമ്മളങ്ങോട്ട്? അതിലേക്ക് കയറാം. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ രാത്രി നമുക്ക് മറ്റേ ഇവിടേക്ക് പോകാണ്ട്. എവിടേക്ക്? ഫ്രീമോണ്ട് സ്ട്രീറ്റ്. അതെ, ഹോംലെസ് ആൾക്കാരാണ് അടുത്തൊക്കെ കിടക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഹോട്ടലാണ് കേട്ടോ. ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടിയൊക്കെ, ഈ സാധനങ്ങളൊക്കെ റെപ്ലിക്ക ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു റൈഡൊക്കെ ഉണ്ട്, റോളർ കോസ്റ്ററൊക്കെ ഉണ്ട് കണ്ടോ. അതിൽ വേണേൽ നമുക്ക് കയറാൻ പറ്റും. ഇതേ ഇരിക്കണേ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടോ. ന്യൂയോർക്ക് പോകുന്നതിന് പൈസ ഇല്ലാത്തവർ വേഗാസിലേക്ക് വരിക. അതെ, കുറച്ച് പൈസയുള്ള ആൾക്കാർ വേഗാസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെ എല്ലാ സ്ഥലങ്ങളും കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ഈജിപ്തിൻ്റെ പിരമിഡും ഉണ്ട്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ കിട്ടും കേട്ടോ. പൈസ ഇല്ലാത്തവരും ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ പൈസ പൊട്ടു. അതന്നെ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ മൊത്തം പോവുകയും ചെയ്യും. എല്ലാവരും ഓണായി തുടങ്ങി കേട്ടോ. വൈകുന്നേരം ആയല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ചിൽ മൂഡിലായിട്ട് ഇങ്ങനെ നടക്കുക. ഓ സൂപ്പറാ, നൈസ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇവിടുത്തെ കസിനോസിൻ്റെ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കസിനോസ്. നല്ല രസമുണ്ട് കേട്ടോ. അത് ടോപ്പ് വ്യൂ കിട്ടുന്നുണ്ട്. നമ്മുടെ ഹോട്ടലിലൊന്നും ടോപ്പ് വ്യൂ കിട്ടുന്നില്ല. ഇത് ടോപ്പ് വ്യൂ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അതെ കണ്ടോ. ഇത് ഇവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതെന്ന് അറിയാലോ. ഏത് തരം വേണമെങ്കിലും ഉണ്ട്. ഓക്കെ,
ഇത് കണ്ടോ, ഇതിനകത്തേ നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ. കവറിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് തരും. ഇത് കണ്ടോ, നമ്മൾ പ്രിൻറ്റ് ചെയ്ത് തരും. ഒന്ന് നോക്കാം. ആഡ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യടാ. ഈ ഫോട്ടോ ആണെങ്കിൽ നമുക്കിവിടെ കൊടുത്തിട്ട് ഈ കവർ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള കവർ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എടുക്കുക. ഇതിപ്പോൾ എന്താ എടുക്കുക? ഓക്കെ, ഒന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ്. നോക്കട്ടെ, അതെ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു ഇതിൽ പാക്കറ്റിൽ ഇങ്ങനെ ഇത് കണ്ടോ, സാമ്പിളായിട്ട് കണ്ടില്ലേ, ഇതേപോലെ പ്രിൻ്റ് ചെയ്ത് കിട്ടും വേണമെങ്കിൽ. ഇത്രയും വലുപ്പമുള്ള മിൽക്ക് ചോക്ലേറ്റ് നോക്ക്, ഇത്ര വലുപ്പമുള്ള മിൽക്ക് ചോക്ലേറ്റ്. എൻ്റെ മോനെ, നിനക്ക് ഒളിച്ച് കളിക്കുക. അത്രയുണ്ട് വലിയ. എടാ എത്ര 5 LB ഉണ്ട്, അതായത് 2.5 കിലോൻ്റെ സാധനം അത് ചോക്ലേറ്റ്. എൻ്റെ മോനെ, അതേപോലെ ഇത് മറ്റേ എന്താ അത് ക്യാൻഡി പോലത്തെ സാധനം. ഓ, സോ നമ്മളങ്ങനെ ഫ്രെയ്മോൺ സ്ട്രീറ്റിലേക്കുള്ള ബസ് കയറി. ഇവിടുത്തെ ഡ്യൂസ് കേട്ടോ, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 1 അവർ ഉണ്ട്. 1 അവർ അല്ല പറഞ്ഞാൽ 1 അവറാണ് പറയുന്നത്. അപ്പോൾ 1 അവർ ഇവിടുന്ന് ട്രാവൽ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് സിറ്റിയിൽ നിന്നൊന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ ഉള്ളത്. സോ നമ്മളത് ഇങ്ങനെ പോവാണ്, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം കേട്ടോ. ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ സിറ്റി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഓണായി വരുന്നുണ്ട്, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം ബസ്സിനകത്ത് വലിയ തിരക്കില്ല, പക്ഷെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവുമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. നോക്കാം നമുക്ക് എന്തായാലും. ഓ, നമ്മളങ്ങനെ ഫ്രീമോൺ സ്ട്രീറ്റിലെത്തി കേട്ടോ. അപ്പോൾ അതെ ജസ്റ്റ് നോ ബസ് ഇറങ്ങി. നമ്മൾ മറ്റേ ഈ ഒരു ഇത് കണ്ടില്ലേ, എന്താ പറയുക, വൈസ് സിറ്റി ഗെയിമില്ലേ, വൈസ് സിറ്റി ഗെയിം കണ്ടത് സ്ട്രീറ്റ് ഇതേ കാണുന്നു. മുകളിൽ മൊത്തം സ്ക്രീനാണ്. ഫ്രീമോൺ സ്ട്രീറ്റ് എക്സ്പീരിയൻസ്. എൻ്റെ മോനെ, മുകളിൽ കൂടി കണ്ടോ സ്ക്രീൻ ആട്ടോ മൊത്തം. വാവ്, അടിപൊളി കേട്ടോ. കണ്ടോ ആ സിപ്പ് ലൈൻ കണ്ടോ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആ സിപ്പ് ലൈൻ എന്തായാലും ചെയ്യാൻ പോകുന്നുണ്ട്. അടിപൊളിയായിരിക്കും. ഓ, അടിപൊളിയേ. അവിടെ നടുവിൽ നടക്കുക. അവിടെ പൈസ ചോദിക്കുന്നുണ്ടോ? പൈസ ചോദിക്കുന്നുണ്ടോ? ആ, അവിടെ വരെ സ്ക്രീനല്ലേ ഫോട്ടോ എടുക്കാൻ. പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ അല്ലേ. ഓക്കെ,
ഇത് വേറെ വൈബ് കേട്ടോ. നമ്മൾ അവിടെ കണ്ടതിനെക്കാട്ടും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാട്ടത്. നമ്മൾ 2 ദിവസം മുന്നേ കണ്ട അതിൽ നിന്നും വേറെ വേറെ ലെവൽ സാധനങ്ങളാട്ടോ ഇവിടെ. അടിപൊളി വൈബല്ലേ. ഇത് ഈ സാധനം കണ്ടോ, ഇപ്പോൾ പോകുന്ന ഈ ഒരു കാറ് കണ്ടോ, ആ കാറ് കണ്ടോ, ഇതേ 2 കണ്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവിടെ ഡ്രൈവർലെസ് കാറില്ലേ, അത് വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഡ്രൈവർലെസ് കാറ്, ഡ്രൈവർ ഇല്ലാണ്ടുള്ള കാറ്. ആ, അതിനു വേണ്ടി മാപ്പ് മൊത്തം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു മുകളിൽ സ്ക്രീനുള്ള സ്ട്രിപ്പ് ഇത് ഇവിടം വരെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിത് ഇവിടെ സിപ്പ് ലൈൻ ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ പേഴ്സണൽ ക്യാമറയൊന്നും എടുക്കാൻ പറ്റില്ല. സോ അവരെന്നെ ഗോപ്രോ തരും. അപ്പോൾ അതിനകത്ത് വീഡിയോ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പോയി നോക്കാം. അപർണ നീ വരുന്നുണ്ടോ? അപർണ വരുന്നില്ല, ഞാൻ മാത്രമേ ചെയ്യുന്നത്. പോയി നോക്കാം. ഞാൻ സിപ്പ് ലൈൻ ചെയ്യാൻ പോവാണ്. അപർണ അങ്ങോട്ട് നടന്നു. അപർണ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ ഞാൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ പേഴ്സണൽ ക്യാമറ പറ്റില്ല. സോ അവർ തരുന്ന ഗോപ്രോ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലസ്സി എന്തായിരിക്കുന്നുള്ളത്. ഇവിടെ എല്ലാവരും ഓൾറെഡി വന്നിട്ടുണ്ട്. അതേ ക്യൂ ആട്ടോ. തൊട്ടിലിട്ട പോലെ ഇട്ടിട്ടുണ്ട്. സൂപ്പർമാൻ പോലെ അതേപോലെ ആയിക്കോട്ടെ നമ്മൾ പോകാൻ പോകുന്നത്.
ചാടുന്നത് കേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. അടിപൊളി ഓസം. റൈഡ് കഴിഞ്ഞു ഇറങ്ങി. പിന്നെ അപർണ എവിടെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ എവിടെയോ നട്ടൻ അപർണനെ ഞാൻ ഇവിടേക്ക് നടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപർണ എവിടെ ഉണ്ടാവും. നമുക്കിത് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞു. ഇതിനകത്ത് പോയി സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞു. നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി ഞാൻ അപർണനെ കണ്ടുപിടിക്കണം. എവിടെയാണോ എന്നറിയില്ല, നോക്കട്ടെ. ഇവിടെ എല്ലാവരും കൂടെ ഡാൻസ് കളിച്ചിരിക്കാൻ തോന്നുന്നു. നീ ഇവിടെ ഡാൻസ് കളിച്ചിരിക്കായിരുന്നാ? ഓക്കെ. ഓ അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് വന്നോളേനോ, പേടിക്കാനൊന്നുമില്ലായിരുന്നു. നീ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പോയി അടിച്ചോ? പിന്നെന്താ തുള്ളി കളിക്കുന്നത്? ഓക്കെ, എല്ലാവരും നല്ല വൈബിലാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഹാർട്ട് അറ്റാക്ക് ഗ്രില്ലെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും മറ്റേ നേഴ്സിൻ്റെയും ഡോക്ടറിൻ്റെയും ഒക്കെ കോസ്റ്റ്യൂം ഇട്ടിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതും അവിടെ സെർവ് ചെയ്യുന്നു. ഓക്കെ, നോക്കി പൊളി. സോ നമ്മളിത് ഫ്രീമോൺ സ്ട്രീറ്റിൽ നിന്നൊക്കെ വന്നു, തിരിച്ചെത്തി റൂമിലൊന്ന് കയറി ഒന്ന് ഫ്രഷായി, എന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ആസ് യൂഷ്വൽ ബർഗേഴ്സ്, പിന്നെ ചിക്കൻ നഗറ്റ്സ്, അങ്ങനത്തെ കുറച്ചൊക്കെ സംഭവങ്ങൾ തന്നെ. ഇനി എന്നിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ നടക്കുന്നു. ഇന്ന് മറ്റേ ഇത് കളിച്ചു നോക്കാം, എന്ത് ഗാംബ്ലിങ്ങിൻ്റെ മറ്റേ ആ ഗെയിമില്ലേ, അതെന്താ ഇന്ന് കളിച്ചു നോക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ AI മെഷീൻ്റെ മുമ്പിലുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്കറിയില്ല, ഞാൻ വെറുതെ നോക്കിയെന്നുള്ളൂ. ഈ 5 ലൈൻ്റെ എന്തോ എനിക്കറിയാം, അത് മാത്രമേ ഉള്ളൂ. ഇത് നേരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കല്ല് വെച്ച് കളിക്കുന്നതല്ല, ഇങ്ങനെയൊക്കെ അല്ല, സെയിം ഐക്കണാ. അത് ഈ ഒരു ഇങ്ങനെ ഈ 5 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ആവും. അതിന് ആദ്യം നമ്മളിവിടെ ക്യാഷ് ഇടണം. ക്യാഷാന്ന് തോന്നിട്ടുണ്ട് അതിലെ, ക്യാഷ് ഇടാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഇത് ഇവിടെ ക്യാഷ് ഇടാൻ തോന്നുന്നു. ലെറ്റ്സ് ട്രൈ, നോക്കാം. $10 വെച്ച് കളിക്കുകയാണ്. അപ്പോൾ മാക്സിമം ആണെങ്കിൽ മാക്സിമം 10 വെച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ അത് വേണ്ട, നമുക്കിങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ $1 ഇല്ല, പോയി. ഇതിനകത്ത് കണ്ടോ, ഒന്നും കിട്ടിയില്ല. ആ, ക്യാഷ് ഔട്ട്. ആ, ഈ പൈസ എനിക്ക് തന്നിരുന്നെങ്കിൽ ഉണ്ണി. ഓക്കെ, ഓക്കെ. അടുത്ത മെഷീൻ ഏത് മെഷീനാണ് പറഞ്ഞോ? ഞാൻ കളിച്ചുതരാം. ഞാൻ കളിച്ച് കാണിച്ചു തരാം എനിക്ക് എത്ര പൈസ വേണ്ട. ആടാ, കിട്ടി. ഇതാ $1 ആയിപ്പോ. അല്ല, കൂടി. നേരത്തെ 50 അല്ലേനോ, $1 കൂടി. വെറുതെ ഒന്ന് കളിച്ചു നോക്കിയെന്നല്ലോ കേട്ടോ. ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതേ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മിനിമം $50 വലിയ മെഷീനൊക്കെ മിനിമം $50, $10. ഈ അപ്പാപ്പനൊക്കെ ഉണ്ടോ, കളിയോട് കളി. സോറി, അതന്നെ, കിളിയായിട്ട് കളിയോട് കളി. അതാണ് സംഭവം. എല്ലാവരും നല്ല ഇതിലായിട്ട് $50 വെച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മളിവിടെ 25 സെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഞോണ്ടി 25 സെൻറ്റ് ഒന്നും ആരും കളിക്കാൻ വരില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാലി. ഇത് ചുമ്മാ ഒരു ട്രയലിന് വേണ്ടി ഒന്ന് നോക്കിയാ കേട്ടോ. അല്ലാണ്ട് ഇത് കളിക്കാനൊന്നും ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇത് വെറും ഉഡായിപ്പാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഡായിപ്പിൻ്റെ അങ്ങേത്തല. അപ്പോൾ ഇവിടെ വന്നിട്ട്
ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഭാഗത്തിൽ മാത്രം ഒന്ന് കളിച്ച് നോക്കിയാണ്. 25 സെൻറ്റിൻ്റെ മാത്രം കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊന്നുമില്ല. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇനി ഇതിലേക്കൊന്ന് കറങ്ങി അടിക്കുന്നു, നേരെ റൂമിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഗെയിം വെച്ചിട്ട് ഇവിടെ എന്തോരം കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവുന്ന പറയുക. ചില ആൾക്കാരൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒരു $10 മാത്രമായിട്ടത്. ചില ആൾക്കാരൊക്കെ ഒരു അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നേ, മൂപ്പത്തിയൊക്കെ $1000 ഇട്ടിട്ട് ആ സാധനം കളിക്കുന്നത് അല്ലേ. ക്രെഡിറ്റ് ഞങ്ങൾ നോക്കിയ സമയത്ത് $980 ക്രെഡിറ്റ്. എന്നിട്ട് ഇരുന്ന് കളിക്കുക തന്നെ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മളിവിടെ ഒരു വെനീഷ്യൻ കനാലൊക്കെ ഉണ്ട്, അതായത് വീനസിലെ കനാൽ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പോകാം, ചെറിയ ബോട്ട് റൈഡൊക്കെ എടുക്കാം. അപ്പോൾ പിന്നെ തന്നെ ആർട്ടിഫിഷ്യൽ സ്കൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഹോട്ടൽ, ആക്ച്വലി ഇതെല്ലാം ഹോട്ടലാണ്. ഈ പറയുന്ന അട്രാക്ഷൻസ് ഒക്കെ ഉള്ളത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. ഏത് ഹോട്ടലിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ നാളെ അവിടെ പോകുന്നതായിരിക്കും. അപ്പം അവിടുത്തെ വിശേഷങ്ങളായിരിക്കും നാളത്തെ വീഡിയോ അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ.